KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. അലോഷി, ഇതിപ്പോ ഈ കുട്ടികളുടെ വിലക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിന്റെ കായിക വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച സംഭാവനകൾ നൽകിയ രണ്ട് കലാലയങ്ങളാണ്. ഒന്നാമത്തേത് ഈ കോതമംഗലം മാർബേസിലും തിരുനാവായിലും നവാമുകുന്ദയാണെങ്കിലും ഇപ്പോൾ അവർക്കൊരു അടുത്ത തവണ അവർക്ക് ചാൻസ് ഇല്ല എന്ന് വെച്ചാൽ അവിടെ ഒരു തലമുറയും ഒരു ബാച്ചിനും ചാൻസ് ഇല്ലാതെ പോവുകയാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ ഭാവിയെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ തീരുമാനം പുനഃപരിശോധിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടോ? അതിനായി എന്ത് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് KSU? തീർച്ചയായിട്ടും ഈ വിഷയത്തിലുള്ള KSUവിന്റെ പ്രതിഷേധം ആദ്യമേ തന്നെ ഇന്നലെ തന്നെ മീഡിയ വണ്ണിലൂടെ നമ്മൾ രേഖപ്പെടുത്തിയതാണ്. നമ്മുടെ ആശങ്ക നമ്മൾ മന്ത്രിയെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. നമ്മൾ പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണാനുള്ള ഒരു സാഹചര്യം നമ്മൾ നോക്കിയിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഒരു പ്രശ്നമുണ്ടായി, അതായത് കായിക മേളയുമായി ബന്ധപ്പെട്ട് പ്രശ്നമുണ്ടായി. അത് പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ എങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുക എന്നതിന് പകരം ആ സ്കൂളിന് മൊത്തത്തിൽ പങ്കെടുക്കണ്ട എന്ന് പറയുമ്പോൾ ആ പുതിയതായി വരുന്ന വിദ്യാർത്ഥികളെ അവരുടെ അവകാശങ്ങൾക്ക് മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ട് ഇതിനെ നമുക്ക് നോക്കിക്കാണാം. കാരണം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടികളായിരിക്കില്ല, മാറ്റുരച്ച കുട്ടികളായിരിക്കില്ല അടുത്ത തവണ മാറ്റുരയ്ക്കുന്നത്. പുതിയതായിട്ടുള്ള കുട്ടികളുടെയും എത്രയോ കുട്ടികളോട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിവേകശൂന്യമായിട്ടുള്ള ഒരു ഇടപെടലായിട്ടാണ് KSU നോക്കിക്കാണുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കണ്ട് ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അതിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ആ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കായികമേളയിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന് തടസ്സം നിൽക്കാൻ സർക്കാരിന് യാതൊരു രീതിയിലുള്ള അവകാശമില്ല എന്ന് പറയാൻ KSU